ഹായ് ഫ്രണ്ട്സ്, കേരള PSCയുടെ LDC 2024 നോട്ടിഫിക്കേഷൻ ഒന്നും അയച്ചിട്ടുണ്ടാവില്ലേ? ഇപ്പം LDC 2024 ഇനി വരാൻ പോകുന്ന നോട്ടിഫിക്കേഷനായ LGSൻ്റെയും സിലബസുകൾ ഇതുവരെയുള്ള 2020 മുതൽ 2023 വരെ ചോദിച്ച ചോദ്യപേപ്പറുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ SCRT ടെക്സ്റ്റ് ബുക്കും ബന്ധപ്പെട്ട SCRT ടെക്സ്റ്റ് ബുക്കും വെച്ച് പഠിക്കുന്ന ഒരു പങ്ക്തിയാണിത്. ഇതിനു മുമ്പ് നമ്മൾ 10th പ്രിലിംസിന് വേണ്ടിയിട്ട് ഏകദേശം 80ലധികം വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ക്ലാസ്സുകളിൽ നിന്നായിട്ട് നിങ്ങൾക്ക് ആ എക്സാം എഴുതിയവർക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ LDC മെയിന് കുറേയും കൂടി സിലബസ് വരുന്നുണ്ടല്ലോ, ആ സിലബസുകളും കൂടി ഉൾപ്പെടുത്തി 2020 മുതൽ 2023 വരെയുള്ള ചോദ്യപേപ്പറുകളാണ് കവർ ചെയ്യുന്നത്. ഇതിൽ ഡിഗ്രി പ്രിലിംസ്, +2 പ്രിലിംസ്, മെയിൻസ് ഒക്കെ കവർ ചെയ്യും. പക്ഷേ ഇതിലെ സിലബസിലുള്ള ചോദ്യങ്ങൾ മാത്രം. ആ ചോദ്യങ്ങൾ പറഞ്ഞു പോകുമ്പോൾ 2000 മുതൽ ഇന്നേ വരെ ചോദിച്ച ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അവിടെ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അത് ഓർമ്മയിൽ നിൽക്കും. ചരിത്രത്തിലേക്ക് നമ്മളങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പോകില്ല, നമുക്ക് 5 മാർക്കേ ഉള്ളൂ. എന്നാൽ ഈ ചോദ്യപേപ്പറുകളിൽ വന്ന ചോദ്യങ്ങളൊക്കെ തന്നെ, ഈ സിലബസിനനുസൃതമായ ചോദ്യങ്ങളൊക്കെ തന്നെ നമ്മൾ കവർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഡിഗ്രി പ്രിലിംസിൻ്റെ ചോദ്യമാണ് ചെയ്യുന്നത്. അതിൽ നമ്മൾ ഒരൊറ്റ ചോദ്യത്തിലെ 3ാമത്തെ വീഡിയോ ആണ്. അതിൽ ലക്നൗ ഉടമ്പടിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കാലഗണന പ്രകാരം എഴുതുന്നതിൽ ലക്നൗ ഉടമ്പടിയും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ലക്നൗ ഉടമ്പടി അറിയണമെങ്കിൽ വെറുതെ ലക്നൗ ഉടമ്പടി ഏത് കൊല്ലമാണെന്ന് അറിയുന്നതിനേക്കാൾ നല്ലതാണ് ആ ലക്നൗ ഉടമ്പടി എന്താണ് എന്ന് നമ്മൾ അറിയണത്. അതറിയണമെങ്കിൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ 3 കാലഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. SCRT ബുക്കിൽ പറയുന്നത് തന്നെയാണ്. 1885 മുതൽ 1947 വരെയുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രത്തെ പ്രധാനമായും 3 ഘട്ടങ്ങളായി തിരിക്കാം. അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ ദേശീയ പ്രസ്ഥാനത്തെ 3 ഘട്ടങ്ങളായി തിരിക്കാം. 1885 നിങ്ങൾക്കറിയാം എന്താ പ്രാധാന്യം. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമാകുന്നത്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യവും കിട്ടുന്നു. ഈ കാലഘട്ടത്തിനിടയിൽ 3 പ്രധാനപ്പെട്ട കാലഘട്ടങ്ങൾ നമുക്ക് നോക്കിയാൽ കാണാം. അതിൽ ഒന്നാമത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 1885 മുതൽ 1905 വരെയുള്ള കാലഘട്ടമാണ്. 1905 ബംഗാൾ വിഭജനം നടക്കുന്നത്. ആ ബംഗാൾ വിഭജനത്തോടുകൂടിയാണ് നമുക്ക് സ്വദേശി പ്രസ്ഥാനം രൂപപ്പെടുന്നത്. അതിനെതിരെയുള്ള പ്രതിഷേധവുമായിട്ടാണ് 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായി. 1905 ബംഗാൾ വിഭജനം, അതല്ലെങ്കിൽ സ്വദേശി പ്രസ്ഥാനം വരെയുള്ള ആ കാലഘട്ടം മിതവാദ കാലഘട്ടം എന്നാണ് അറിയപ്പെടുന്നത്. എന്തുകൊണ്ട് അങ്ങനെ വിളിക്കുന്നത് നമുക്ക് പിന്നീട് നോക്കാം. 1905 മുതൽ 1919 വരെ. 1919 ഈ 1905 ബംഗാൾ വിഭജനം നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ചർച്ച ചെയ്തു. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അഥവാ റൗലറ്റ് ആക്ട് നിലവിൽ വന്നതിൻ്റെ ഭാഗമായിട്ട് അതിനെതിരെയുള്ള പ്രതിഷേധം, അതിനെ തുടർന്നുണ്ടാവുന്ന പ്രതിഷേധത്തിന് നേരെ ജനക്കൂട്ടത്തിന് നേരെ വെടിവെക്കൽ, അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ആ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അതുവരെയുള്ള 1919 വരെയുള്ള കാലഘട്ടം. അതിൽ ആ റൗലറ്റ് ആക്ട് വന്നപ്പോൾ നമ്മൾ പഠിച്ചു, ആ റൗലറ്റ് ആക്ടിനെതിരെയുള്ള പ്രതിഷേധവുമായാണ് ദേശീയ പ്രസ്ഥാനത്തിൽ ഗാന്ധിജി സജീവമാകുന്നത്. 1919 ശേഷം പിന്നെ ഗാന്ധിയുടെ സ്വാധീനമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ 1905 മുതൽ 1919 വരെയുള്ള കാലഘട്ടം തീവ്ര ദേശീയവാദ കാലഘട്ടമായും 1919 ശേഷം പിന്നെ ഗാന്ധി സജീവമായതിനു ശേഷം 1947 വരെയുള്ള കാലഘട്ടം ഗാന്ധിയൻ യുഗവുമായിട്ടാണ് കാണുന്നത്. നോക്കൂ, അപ്പോൾ അവിടെ ചോദിച്ച ചോദ്യങ്ങളൊക്കെ തന്നെ ഒന്നെടുത്തു നോക്കിയാൽ അവിടെ റൗലറ്റ് ആക്ട് ഏത് കാലത്താണെന്ന് ചോദിക്കുന്നുണ്ട്. ലക്നൗ സമ്മേളനം ഇതുമായി ബന്ധപ്പെട്ടതാണ്, നമുക്ക് പറയാം. ലക്നൗ സമ്മേളനം ചോദിക്കുന്നുണ്ട്. അതുപോലെ പൂന ഉടമ്പടി അതും ഗാന്ധിയുമായി ബന്ധപ്പെട്ടതാണ്. അങ്ങനെ എടുത്തു നോക്കുമ്പോൾ അതൊക്കെ പരസ്പരം കണക്റ്റഡ് ആണ്. ഇപ്പോൾ ബംഗാൾ വിഭജനം എന്ന് പറഞ്ഞാൽ ഒരു വിഭജനമാണല്ലോ. അതുപോലെ തന്നെ ഇവിടെ മിതവാദികളും തീവ്രവാദികളുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു സമ്മേളനത്തിൽ പിരിയുന്നുണ്ട്. അതിനു മുമ്പ് മിതവാദ കാലഘട്ടം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെ കാര്യമറിഞ്ഞു പഠിച്ചാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കും. ഇപ്പം 3 കാലഘട്ടം ഉണ്ടെന്ന് മനസ്സിലായല്ലോ. ഒരു കാലഘട്ടം എന്ന് പറയുന്നത്
1885 മുതൽ 1905 വരെ മിതവാദികളുടെ കാലഘട്ടം. 1905 എന്ന് പറഞ്ഞാൽ ബംഗാൾ വിഭജനം അഥവാ സ്വദേശി പ്രസ്ഥാനം. അത് കഴിഞ്ഞ് 1905 മുതൽ 1919 എന്ന് പറഞ്ഞാൽ റൗലറ്റ് ആക്ട്. അതിനെ തുടർന്ന് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ആ റൗലറ്റ് ആക്ടിനെതിരെയുള്ള പ്രതിഷേധവുമായാണ് ദേശീയ പ്രസ്ഥാനത്തിൽ ഗാന്ധി സജീവമാകുന്നത്. അപ്പോൾ 1919 മുതൽ 1947 വരെയുള്ള കാലഘട്ടം ഗാന്ധി യുഗം. നോക്കൂ, ഇങ്ങനെ പഠിച്ചു വയ്ക്കുമ്പോൾ അറിയാലോ ഗാന്ധി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ സജീവമായത് ഏതിനെതിരെയുള്ള പ്രതിഷേധ സമരവുമായി ബന്ധപ്പെട്ടാണെന്ന് പറഞ്ഞാൽ റൗലറ്റ് ആക്ട് എന്ന് ഓർമ്മ വരും. ആ റൗലറ്റ് ആക്ട് 1919 ഓർമ്മ വരും. ആ റൗലറ്റ് ആക്ടുമായി തുടർന്നാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ഉണ്ടായതെന്ന് ഓർമ്മ വരും. ഇത്ര സിമ്പിളായിട്ട് നമുക്ക് ഓർത്തു വയ്ക്കാം. അപ്പം എങ്ങനെ കണക്റ്റഡായി പഠിക്കുക, കൺസെപ്റ്റ് അറിഞ്ഞ് പഠിക്കുക. അപ്പോൾ വിൻഡോ എജു നിങ്ങളോട് പറയുന്നത് ഈ ഒരു ശൈലിയിലാണ് നമ്മുടെ കോഴ്സുകൾ പോകുന്നത്. എപ്പോഴും നമ്മളിപ്പോൾ LDC 2024 അല്ലെങ്കിൽ LGS അല്ലെങ്കിൽ ഒരു സർക്കാർ ഉദ്യോഗത്തിനായി നമ്മൾ പഠിക്കുമ്പോൾ അത് മാത്രമാണ് നമ്മുടെ ഇൻട്രസ്റ്റ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ യാത്ര ബോറടിക്കും, ഈ യാത്ര ദുഷ്കരമായി തോന്നും. കാരണം ഇതൊന്നും കൺസെപ്റ്റ് അറിയാതെ ഒരു ചോദ്യം, ഒരു ഉത്തരം, അത് ഓർമ്മയിൽ നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. വളരെ വേഗം പഠിച്ചു പോകാം, പക്ഷേ ഈ പഠിച്ച കാര്യം നിങ്ങളുടെ ഓർമ്മയിൽ നിന്നോളന്നില്ല. അപ്പോൾ നിങ്ങളെപ്പോഴും റിസൾട്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. പക്ഷേ ആ ജേണിയും ആ റിസൾട്ടിലേക്കുള്ള ജേണിയും സന്തോഷകരമായിരിക്കണം. ആ റിസൾട്ടിനെ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങളത് കിറ്റ് ചെയ്യും. റിസൾട്ട് തന്നെയായിരിക്കണം ഫോക്കസ് വേണ്ടത്, പക്ഷേ അതിൽ മാത്രം എന്ത് ചെയ്യാണ്, റിസൾട്ട് മാത്രം ആഗ്രഹിച്ചിട്ടാണ്. പക്ഷേ യാത്ര തന്നെ രസകരമായി നിങ്ങൾ ഈ പഠിക്കുന്നതൊക്കെ തന്നെ ഇതേപോലെ കണക്ട് ചെയ്തതിൻ്റെ അർത്ഥം അറിഞ്ഞ് പഠിക്കുമ്പോൾ ഒക്കെ നിങ്ങൾ എന്തുണ്ടാവും, നിങ്ങളുടെ പഠനം മെല്ലെ മെല്ലെ കൂടി വരുന്നത് കാണാം. ഒരു കാലഘട്ടം കഴിഞ്ഞാൽ തന്നെത്താൻ കൂടും ഇതിലെ താല്പര്യം കൊണ്ട്. ഈ രീതിയിലാണ് നമ്മൾ പഠിച്ചു പോകേണ്ടത്. പക്ഷേ അനാവശ്യമായിട്ട് ധാരാളം കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോവുകയും ചെയ്യരുത്. അത്തരം സന്ദർഭങ്ങളിൽ അങ്ങനെ ഒരു പ്രശ്നം വരും. അതും നമ്മൾ അവിടെ ബാലൻസ് കണ്ടെത്തിയിരിക്കണം. ഇപ്പോൾ ചരിത്രമൊക്കെ ഇഷ്ടപ്പെട്ടുന്ന അങ്ങനെ നല്ല ഡീറ്റെയിൽ ആയിട്ട് ചരിത്രം പോവുക, നമ്മുടെ LDCക്ക് ചോദിക്കാത്തതിൻ്റെ അപ്പുറത്തേക്കൊന്നും നമ്മൾ പഠിക്കാൻ പാടില്ല. കാരണം പഠിക്കേണ്ട എന്നുള്ളതല്ല, അത് പഠിച്ചുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈം പരമാവധി ഇതിനുള്ള വിഷയങ്ങൾ തന്നെയാണ് പഠിക്കുന്നത്. അത് കൺസെപ്റ്റ് അറിഞ്ഞ് പഠിക്കുക. അങ്ങനെ കൺസെപ്റ്റ് ക്ലാരിറ്റി വരുത്തിക്കൊണ്ടാണ് നമ്മൾ ഫുൾ ടോപ്പിക്സും കവർ ചെയ്യുന്നത്. അത് കൃത്യമായൊരു ലേണിംഗ് പ്ലാൻ ഉണ്ട് വിൻഡോ എജുവിൻ്റെ കോഴ്സിൽ. SCERT ടെക്സ്റ്റ് ബുക്കുകൾ, PYQ ആൻഡ് റിലേറ്റഡ് ഫാക്ട്സ് 2000 മുതലുള്ളത്, കറണ്ട് അഫെയേഴ്സ്, ഇംഗ്ലീഷ്, മാത്സ്, മലയാളം അതിന് സ്പെഷ്യൽ അറ്റൻഷൻ, വീഡിയോ ക്ലാസ് ഉണ്ട്, നോട്ട്സ് ഉണ്ട്, അൺലിമിറ്റഡ് മോക്ക് എക്സാംസ് ഉണ്ട്, ഡെയിലി ലൈവ് ക്ലാസ്സുകളുണ്ട്. അതുപോലെ തന്നെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ട്, റെക്കോർഡഡ് ക്ലാസ്സുകളുണ്ട്, യൂണിറ്റ് എക്സാമുകൾ, റെഗുലർ റിവിഷൻ. ഇതെല്ലാം അടങ്ങിയ ഈ കോഴ്സിന് 1.5 വർഷത്തേക്ക് നമ്മൾ വെറും 2054. ഈ LDC 2024 മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു സർക്കാർ ജോലി കിട്ടുന്നത് വരെ ഈ പരിശ്രമം തുറന്നു കൊണ്ടുപോകണമല്ലോ. ഈ 1.5 വർഷത്തേക്കുള്ള കോഴ്സാണ് നമ്മുടെ എത്ര രൂപയ്ക്ക് കൊടുക്കുന്നത്, ഈ 2053 രൂപയ്ക്ക് കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ നമ്പറിൽ 8075963937 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാം. ഇപ്പം നേരം വൈകിയിട്ടില്ല, ഇപ്പം തന്നെ നന്നായിട്ടൊന്ന് പിടിച്ചാൽ നമ്മുടെ അടുത്തേക്ക് പോരാവുന്നതേ ഉള്ളൂ. ഓക്കെ, ബാക്കി ഇന്നത്തെ ക്ലാസ്സിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു പോകാം. ഇപ്പം മിതവാദ കാലഘട്ടം 1885 മുതൽ 1905 വരെയാണെന്ന് പറഞ്ഞു. കോൺഗ്രസിലെ ആദ്യകാല നേതാക്കന്മാരാണ് മിതവാദികൾ എന്നറിയപ്പെട്ടിരുന്നത്. ദാദാഭായി നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ഫിറോസ് ഷാ മേത്ത, RC ദത്ത, ബദറുദ്ദീൻ തൊയ്യാബ്ജി, ആനന്ദ ചാർലു, മഹാദേവ ഗോവിന്ദ റാനഡെ, മദൻ മോഹൻ മാളവ്യ. ഈ പേരൊന്നും കേട്ട് നിങ്ങൾ ഞെട്ടണ്ട. ദാദാഭായി നവറോജിനെ നിങ്ങൾക്ക് അറിയേണ്ടായിരിക്കും അല്ലേ? ഇന്ത്യയുടെ വന്ധ്യവയോധികനാണ്, ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ആളാണ്. ഗോപാലകൃഷ്ണ ഗോഖലെ മിതവാദികളുടെ നേതാവാണ്, ഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരുവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. ഫിറോസ് ഷാ മേത്ത, RC ദത്ത്, ബദ്രുദ്ദീൻ തയ്യാബ്ജി, ആനന്ദ ചാർലു, മഹാദേവ ഗോവിന്ദ റാനഡെ, മദൻ മോഹൻ മാളവ്യ. ഇവരായിരുന്നു ഏതിൻ്റെ നേതാക്കന്മാർ? മിതവാദികൾ എന്നറിയപ്പെട്ടിരുന്നത് ആദ്യകാല നേതാക്കന്മാർ. ഇവരുടെ ഏറ്റവും പ്രധാന ദൗർബല്യം ഈ നേതാക്കൾക്ക് വലിയ ജനപിന്തുണ ഇല്ല എന്നുള്ളതായിരുന്നു. ഭരണഘടനാധിഷ്ഠിതമായ സമരമുറകളിൽ വിശ്വസിച്ചിരുന്ന ഇവർ ബ്രിട്ടീഷ് ഗവൺമെൻറ്റുമായി അനുരഞ്ജന ശ്രമങ്ങളാണ് നടത്തിയിരുന്നത്. വെറുതെയാണോ അവരെ മിതവാദികൾ എന്ന് വിളിച്ചിരുന്നത് മനസ്സിലായല്ലോ. അവരൊന്നും മോശക്കാരല്ല കേട്ടോ, അവരൊരു അപ്രോച്ചാണ്. ലിബറലിസം ആയിരുന്നു ഇവരുടെ വിശ്വാസ പ്രമാണം. അപ്പോൾ ഇവരൊക്കെ തന്നെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റുമായി അനുരഞ്ജന ശ്രമങ്ങളാണ് നടത്തിയിരുന്നത്. അങ്ങനെ ഇന്ത്യക്കാർക്ക് കൂടുതൽ അവകാശങ്ങൾ ഉറപ്പിക്കുക, ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, ഭരണഘടനാപരമായ സമരമാർഗങ്ങളാണ് അവർ ആവിഷ്കരിച്ചിരുന്നത്.
ബ്രിട്ടീഷ് സർക്കാരിനുള്ളിൽ നിന്ന് കൊണ്ടാണ് സ്വരാജ് ആണ്. ബ്രിട്ടീഷ് സർക്കാരിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ, ബ്രിട്ടന്റെ ഭരണം പോകണമെന്നൊന്നും ഇവർ ആഗ്രഹിക്കുന്നില്ല. ബ്രിട്ടീഷ് സർക്കാരിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെയുള്ള സ്വരാജാണ് മിതവാദികൾ ആവശ്യപ്പെട്ടത്. ഈ ലക്ഷ്യം നേടിയെടുക്കാനായി പൊതുജനാഭിപ്രായം സ്വരൂപിക്കുന്നു, അത് ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. നിവേദനങ്ങൾ, സമ്മേളനങ്ങൾ, പ്രമേയങ്ങൾ എന്നിവയായിരുന്നു ഇവർ ഇതിന് പ്രധാനമായും അവലംബിച്ചിരുന്നത്. അപ്പം നിവേദനം, സമ്മേളനം, പ്രമേയങ്ങൾ ഇത് ഈ ബ്രിട്ടീഷ് സർക്കാരിന് കൊടുത്തിട്ട് ഭരണഘടനാപരമായ സമരങ്ങൾ നടത്തിക്കൊണ്ട് ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെയുള്ള സ്വരാജാണ് മിതവാദികൾ. ഗോപാലകൃഷ്ണ ഗോഖലെയും ദാദാഭായ് നവറോജിയും ഫിറോസ് ഷാ മേത്തയും അടങ്ങിയിട്ടുള്ള മിതവാദ നേതാക്കന്മാർ. അതിൽ ഗോപാലകൃഷ്ണ ഗോഖലെ മിതവാദികളുടെ നേതാവാണ്, ഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നു. നമുക്കറിയാം ദാദാഭായ് നവറോജി എന്ന് പറഞ്ഞാൽ ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചതാണ്. ആ ചോർച്ചാ സിദ്ധാന്തത്തിൽ പറയുന്നത് ഇന്ത്യയുടെ സമ്പത്ത് ബ്രിട്ടൻ ചോർത്തിക്കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഇവരുടെയൊക്കെ പ്രചരണ ഫലമായിട്ടാണ് ഇന്ത്യൻ ദേശീയത തന്നെ ആ രൂപം കൊള്ളുന്നത്. ഇവരുടെയൊക്കെ പ്രചരണ ഫലമായി ഇന്ത്യക്കാരുടെ ദുരിതത്തിന് കാരണം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ പ്രവൃത്തികളാണെന്ന് മനസ്സിലാക്കുകയും ബ്രിട്ടനെതിരെയുള്ള ഒരു രോക്ഷം ജാതി മത ഭേദ വ്യത്യാസമില്ലാതെ ഉണ്ടാവുകയും അങ്ങനെ ജാതി മത ഭേദ വ്യത്യാസമില്ലാതെ, വർഗ വ്യത്യാസമില്ലാതെ ഒരു ജനത ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി ഒന്നിക്കുന്നതിന് തന്നെയാണ് ഈ ദേശീയത എന്ന് പറയുന്നത്. അപ്പോൾ ഇവരായിരുന്നു മിതവാദികൾ. മിതവാദികളുടെ കാലഘട്ടം 1885 മുതൽ 1905 വരെ. 1885 എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപവൽക്കരിക്കുന്നു. 1905 ബംഗാൾ വിഭജനം, ആ ബംഗാൾ വിഭജനത്തെ തുടർന്ന് ഉണ്ടാവുന്ന സ്വദേശി പ്രസ്ഥാനം, ആ കാലഘട്ടമാണ് മിതവാദ കാലഘട്ടം. 1905 മുതൽ 1919 വരെ. എന്താ 1919 പ്രത്യേകത ഞാൻ പറഞ്ഞു. 1919 റൗലത്ത് ആക്ട് വരുന്നത്. ആ റൗലത്ത് ആക്ട് വന്നതിനെതിരെയുള്ള പ്രതിഷേധങ്ങളുടെ ഫലമായാണ് ഗാന്ധി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ സജീവമാകുന്നത്. ആ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ ഗാന്ധി സജീവമായതിനു ശേഷം പിന്നെ ഗാന്ധി യുഗമാണ്. ഗാന്ധിയുടെ മാസ്മരികത ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ ആകെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ 1919 വരെയുള്ള കാലഘട്ടമാണ് തീവ്ര ദേശീയവാദ കാലഘട്ടം എന്നറിയപ്പെടുന്നത്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ വൈദേശിക മേധാവിത്വം മടുത്തു. ഒരു വലിയ വിഭാഗം ജനത്തിന്, ഒരു വലിയ വിഭാഗം ആളുകൾക്ക് അവർ സായുധ സമരത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ 1905 മുതൽ 1919 വരെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ച വിഭാഗമാണ് തീവ്രദേശീയവാദികൾ എന്നറിയപ്പെടുന്നത്. ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണമാണ് തീവ്രദേശീയവാദത്തിൻ്റെ വളർച്ചയ്ക്കിടയാക്കിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. അങ്ങനെ പിന്നീട് എന്തുണ്ടാവുകയാണ്? അതിൻ്റെ നേതാക്കന്മാർ ആരെല്ലാമാണ്? ബാലഗംഗാധര തിലകൻ അതിൻ്റെ നേതാവാണ്, ഒരു നേതാവാണ് ബാലഗംഗാധര തിലകൻ. മറ്റൊന്ന് അരവിന്ദ ഘോഷ്, ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ്. അതിൽ ലാൽ പാൽ ബാൽ എന്നറിയപ്പെടുന്നവർ ഈ മൂന്നാളുകൾ. ഈ അരവിന്ദ ഘോഷിനെ മാറ്റി നിർത്തിയാൽ ലാൽ പാൽ ബാൽ, അതിൽ ലാലാ ലജ്പത് റായ് ആണ് ലാല്, പാൽ എന്ന് പറഞ്ഞാൽ ബിപിൻ ചന്ദ്രപാലാണ്, ബാൽ എന്ന് പറഞ്ഞാൽ ബാലഗംഗാധര തിലകനാണ്. അതിനോടൊപ്പം അരവിന്ദ ഘോഷിനെയും കൂടി ഓർത്തു വെച്ചാൽ തീവ്ര ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരായി. ഇവർ നേതൃത്വം നൽകിയ ഈ വിഭാഗത്തിൻ്റെ ലക്ഷ്യം സ്വരാജായിരുന്നു. അങ്ങനെ ഈ തീവ്രവാദികളും മിതവാദികളും തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസമുണ്ടായി. സ്വാതന്ത്ര്യത്തെ പറ്റിയുള്ള വ്യത്യസ്ത നിലപാടുകൾ. ഇവർ പൂർണ്ണ സ്വരാജിന് വേണ്ടി നിൽക്കുമ്പോൾ, സ്വരാജിന് വേണ്ടി തന്നെ നിൽക്കുമ്പോൾ മറ്റവർ ബ്രിട്ടീഷ് സർക്കാരിന് കീഴിലുള്ള സ്വരാജിനെ കുറിച്ചാണ് മിതവാദികൾ ചർച്ച ചെയ്യുന്നത്. ആ അഭിപ്രായ വ്യത്യാസം ഇവർ രണ്ടുകളെയും അകറ്റുന്നു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനുള്ളിൽ നിന്നുകൊണ്ടുള്ള സ്വയംഭരണമായിരുന്നു മിതവാദികളുടെ സ്വപ്നം. എന്നാൽ പൂർണ്ണ സ്വരാജിൽ നിന്ന് കുറഞ്ഞതൊന്നും കൊണ്ട് തന്നെ തീവ്രവാദികൾ ഒരുക്കമായിരുന്നില്ല. അങ്ങനെ 1907 കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനത്തിന് സൂറത്തായിരുന്നു വേദി. ആ സൂറത്ത് സമ്മേളനത്തിൽ വെച്ച് ഇവർ പിരിയുകയാണ്. എന്താ സൂറത്ത് സമ്മേളനത്തിൽ വെച്ച് പിരിയുമ്പോൾ, ആ സൂറത്ത് സമ്മേളനത്തിൽ വെച്ച് ലാലാ ലജ്പത് റായിയെയോ ബാലഗംഗാധര തിലകനെയോ പ്രസിഡന്റായി തിരഞ്ഞെടുക്കണമെന്നായിരുന്നു തീവ്രദേശീയവാദികളുടെ താല്പര്യം. എന്നാൽ റാഷ് ബിഹാരി ഘോഷിനെയാണ് സംഘടനയുടെ അധ്യക്ഷനായി തിരഞ്ഞെടുത്തത്. അവിടെ സംഘടനയുടെ അധ്യക്ഷനായിട്ട് മാറിയത് റാഷ് ബിഹാരി ഘോഷാണ്. ലാലാ ലജ്പത് റായിയോ ബാലഗംഗാധര തിലകനോ വന്നില്ല. അതിനെ തുടർന്ന് തന്നെ ആദ്യം പ്രസംഗിക്കാൻ അനുവദിക്കണമെന്ന് ബാലഗംഗാധര തിലകൻ ആവശ്യപ്പെടുന്നു. ആ ആവശ്യം നിരാകരിക്കപ്പെട്ടതിനെ തുടർന്ന് പ്രശ്നപരിഹാരത്തിന് പോലീസ് ഇടപെടേണ്ടി വരുന്നു. പിന്നീട് ഇരുവിഭാഗവും പ്രത്യേക ഭാവി പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയാണ്. അതാണ് സൂറത്ത് പിളർപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. 1907 കോൺഗ്രസ് സമ്മേളനമാണ്. 1907. ഇപ്പം 1905 ഒരു പിളർപ്പ്,
1907 ഒരു പുറപ്പ്. ബംഗാൾ വിഭജനം ഈ ഡിഗ്രി പ്രിലിംസിന്റെ ചോദ്യം വന്നു ഈ കാലഘട്ടന പ്രകാരം. ഇപ്പൊ ബംഗാൾ വിഭജനം 1905 നിങ്ങൾക്കറിയാം. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഈ സൂറത്ത് പിളർപ്പ് വരുന്നത് 1907. അപ്പൊ ബംഗാൾ വിഭജന വിരുദ്ധ സമരങ്ങളുമായി ബന്ധപ്പെട്ട് ദേശീയ പ്രക്ഷോഭം ശക്തിപ്പെട്ടു. സൂറത്ത് പിളർപ്പിനെ കുറിച്ചിട്ട് SCERT ടെക്സ്റ്റ് ബുക്ക് പറയണത് നമുക്കൊന്ന് നോക്കാം. ബംഗാൾ വിഭജന വിരുദ്ധ സമരങ്ങളുമായി ബന്ധപ്പെട്ട് ദേശീയ പ്രക്ഷോഭം ശക്തിപ്പെട്ടു. ഈ കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് മിതവാദികളും തീവ്രവാദികളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം വർദ്ധിക്കുന്നു. 1907 കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സമ്മേളനം സൂറത്തിലാണ് നടന്നത്. സമ്മേളനത്തിൽ കോൺഗ്രസ് പിളരുന്നു. ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി ദുർബലപ്പെടുന്നു. ഇവർ പിളർന്നോടുകൂടി ദേശീയ പ്രസ്ഥാനം ശക്താവുകയല്ല ചെയ്യുന്നത്, ദുർബലപ്പെടുകയാണ് ചെയ്യുന്നത്. അതും ഒരു വിഭജനം തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊന്ന് നമ്മൾ ഓർക്കേണ്ടത്, പിന്നീട് ഈ ദുർബലമായത് ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം ദുർബലമായപ്പോൾ ദേശീയ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോയത് ഹോം റൂൾ പ്രസ്ഥാനങ്ങളാണ്. ഒന്നാം ലോക യുദ്ധാനന്തരം ഇന്ത്യക്ക് സ്വയംഭരണം നൽകും എന്ന പ്രതീക്ഷയിൽ കോൺഗ്രസ് യുദ്ധത്തിൽ ബ്രിട്ടനെ പിന്തുണച്ചു. ഒന്നാം ലോക യുദ്ധത്തിൽ ഇന്ത്യൻ പട്ടാളക്കാർ ചേരണമല്ലോ. ആ ഇന്ത്യൻ പട്ടാളക്കാർ ചേരണമെങ്കിൽ അന്ന് അവരുടെയൊക്കെ ഇടയിൽ നല്ല സ്വാധീനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്. അപ്പോൾ ആ ഒന്നാം ലോക മഹായുദ്ധാനന്തരം കോൺഗ്രസിനൊരു പ്രതീക്ഷ ഉണ്ടായി, ഇന്ത്യക്ക് സ്വയംഭരണം നൽകുമെന്ന്. ഈ സമയത്ത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ സജീവമാക്കി നിലനിർത്താൻ ബാലഗംഗാധര തിലകനും ആനി ബസന്റും ആരംഭിച്ചത് ഹോം റൂൾ പ്രസ്ഥാനങ്ങളായിരുന്നു. അപ്പോൾ ഇതും PSC പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട നേതാക്കന്മാർ ആരൊക്കെയാണ്? ബാലഗംഗാധര തിലകനും ആനി ബസന്റും. ആരാണ് ഈ ആനി ബസന്റ്? ബാലഗംഗാധരൻ തിലകൻ നമുക്കറിയാം, ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആളാണ്. വാലന്റൈൻ ഷിറോളാണ് ബാലഗംഗാധര തിലകനെ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വിളിക്കുന്നത്. തീവ്ര ദേശീയവാദിയാണ് ബാലഗംഗാധര തിലകൻ. ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, അരവിന്ദ ഘോഷ് ഇവരൊക്കെ തീവ്ര ദേശീയ നേതാക്കന്മാരാണ്, വാദദേശീയതയുടെ നേതാക്കന്മാരാണ്. പക്ഷെ ആനി ബസന്റ് അതിൽ ഉൾപ്പെടില്ല. ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായി 1893 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചു. ഇതൊന്ന് ഓർക്കണേ, ഇവർ ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചത് 1893 അത് മറന്നു പോകണ്ട. കാരണം അവിടെ ഞാൻ പറഞ്ഞില്ലേ, SCERT ബുക്ക് പഠിക്കുമ്പോൾ അത് കൃത്യമായിട്ട് പഠിക്കുക. ആ ഭാഗം പഠിക്കുമ്പോൾ 1893 ഞങ്ങൾക്കറിയാം 1885 കോൺഗ്രസ് ഉണ്ടാവുന്നത് അല്ലേ? ഇത് 1893 അപ്പോൾ 1893 കോൺഗ്രസിന് ശേഷമാണല്ലോ ഇന്ത്യൻ സംസ്കാരത്തിൽ ആകർഷയായി 1893 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചു. 1916 അവരെ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിക്കുന്നത്. 1916 ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു. എങ്ങനെയാണ് ഈ 2 വർഷം ഓർത്തു നോക്കിയത്? 1893 1916. ഇപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടായതിനു ശേഷമാണ് അവർ ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കുന്നത്. അവർ ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായി. ഇന്ത്യൻ സംസ്കാരത്തിൽ നമുക്കറിയാലോ, ഇപ്പം ഇന്ത്യൻ സംസ്കാരത്തിൽ എന്ന് പറയുമ്പോൾ ആ ഇന്ത്യൻ സംസ്കാരം എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്നതാണെങ്കിലും അല്ലേ, ഹിന്ദുക്കളുടേതെന്ന് പറയാൻ പറ്റില്ല. അത്തരത്തിലുള്ള ഒരു എന്താ പറയുക, ഒരു 3 ദൈവങ്ങളാണല്ലോ നമുക്കുള്ളത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇന്ത്യയിൽ നിന്ന് ഉയർന്നു വന്ന ഒരു ഹൈന്ദവ സംസ്കാരം, ഹിന്ദു മതമെന്ന് ഞാൻ പറയുന്നല്ലോ, ഹൈന്ദവ സംസ്കാരത്തിൽ 3 ദൈവങ്ങളാണല്ലോ ഇപ്പം നിലനിൽക്കുന്നത് പ്രധാനമായും. അപ്പം ആ 3 അവിടെ ഓർത്തു വയ്ക്കാം. ആ 3 ഓർത്തു വയ്ക്കുമ്പോൾ അവ ഇന്ത്യൻ സംസ്കാരത്തെ പ്രതീകമാക്കുന്നു. പിന്നെ ഇന്ത്യൻ സംസ്കാരത്തിൽ തന്നെ ശാസ്ത്രീയമായ അടിത്തറയൊന്നും ഉണ്ടാവില്ല. നവഗ്രഹങ്ങളെ അടിസ്ഥാനമാക്കി ഒരുപാട് ചിന്തകളുണ്ട് അല്ലേ, ജ്യോതിഷമുണ്ട്. അതിനൊന്നും ശാസ്ത്രീയമായ അടിസ്ഥാനം ഉണ്ടാവില്ല. ആ 2 നമ്പറൊന്ന് ഓർത്തു വെച്ച് നോക്കൂ. അപ്പം ഇന്ത്യൻ സംസ്കാരമായി അവിടെ 9ഉം 3ഉം. ഇപ്പം ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ ഇതാണ് പ്രധാനപ്പെട്ട ദൈവങ്ങൾ. ഇന്ത്യൻ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഹിന്ദുമതം മാത്രമല്ല കേട്ടോ. ഇതിനപ്പുറത്തേക്ക് ഇവിടെ വന്ന മുഗളന്മാരും ഇവിടേക്ക് വന്ന കുടിയേറിപ്പാർത്ത ഒരുപാടും അതിന് മുന്നേ ഉണ്ടായിട്ടുള്ള ദ്രാവിഡന്മാരും ഇതൊക്കെ കൂടി ചേർന്നാണ്. ഞാൻ ഓർത്തു വെക്കാൻ വേണ്ടി മാത്രം പറയുകയാണ്. അപ്പോൾ ആ 9ഉം 3ഉം ചേർത്താൽ 1893 അതല്ല ഇന്ത്യൻ സംസ്കാരം, പക്ഷെ ഓർത്തു വെക്കാൻ വേണ്ടി മാത്രം. ഇനി 1916 ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിക്കുന്നത്. ഹോം റൂൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ 16 എങ്ങനെയാണ് നമ്മൾ ഓർത്തു വയ്ക്കുക? ഹോം റൂളുമായി ബന്ധപ്പെട്ടാണ് ഓർത്തു വയ്ക്കേണ്ടത്. ഇപ്പോൾ ഒരാൾക്ക് 16 വയസ്സാവുമ്പോൾ നമ്മളങ്ങനെയല്ലേ, ഒരു കുട്ടി ഒരു 16 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ആ കുട്ടി വീട്ടിലെ സാധനങ്ങളൊക്കെ, ആ വീട്ടിൽ സാധനങ്ങൾ കൊണ്ടുവരുന്നു, വീട്ടിലെ ചില കാര്യങ്ങളൊക്കെ, അതായത് അവിടുത്തെ ഭരണത്തിലും അവിടുത്തെ ആവശ്യത്തിലും കുട്ടി ഇടപെടാൻ തുടങ്ങുകയാണ് അല്ലേ. അങ്ങനെ ആലോചിക്കാൻ വേണമെങ്കിൽ 1916 അപ്പോൾ ഹോം റൂൾ ഒരു 16 വയസ്സാകുമ്പോഴേക്കും
10ാം ക്ലാസ് വരെ അത്ര അധികമൊന്നും കൊടുക്കില്ല. പിന്നെ ഒരു +1 ഒക്കെ ആകുമ്പോൾ ഒരു മുതിർന്ന കുട്ടിയായിട്ടല്ലേ നമ്മൾ പരിഗണിക്കുക. അപ്പം അതിന് സാധനങ്ങൾ കൊടുക്കാനോ മറ്റു ചുമതലകളൊക്കെ അവനെ വഹിക്കും. ചിലപ്പോൾ ഒരു കല്യാണത്തിനൊക്കെ അവനെ പറഞ്ഞു വെച്ചു എന്ന് വരും. ഇപ്പം അല്ലെങ്കിൽ പെൺകുട്ടിയാണെങ്കിലും 1916 അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. വെറുതെ ഒരു കണക്ഷൻ ഇങ്ങനെ ഒന്ന് ആലോചിച്ചാൽ തന്നെ നിങ്ങളുടെ മനസ്സിൽ തുറച്ചു നിന്നു. ആ നമ്പറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആലോചന നടക്കുക, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്തൊരു സ്റ്റോറിയാക്കി മാറ്റുക. അപ്പം നമ്മുടെ ഓർമ്മയിൽ നിൽക്കും. അതിന് വലിയ അർത്ഥമോ വലിയ ലോജിക്കൊന്നും വേണ്ട. നിങ്ങളത് ആലോചിക്കുമ്പോൾ അതൊന്ന് ഭാവനാപൂർണ്ണമാക്കുക. 1893 അവർ ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കുന്നു. ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടതയായി 1916 അവർ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിക്കുന്നു. മറ്റൊന്നാണ് ലക്നൗ സന്ധി. എന്താണ് ഈ ലക്നൗ സന്ധി? ഞാനിത് രണ്ടും പറഞ്ഞിട്ട് ലക്നൗ സന്ധിയാണ് ആ പരീക്ഷയ്ക്ക് ചോദിച്ചത്. ആ ലക്നൗ സന്ധി ഇതിനെ തുടർന്ന് ഉണ്ടാവുന്നതാണ്. ഇപ്പൊ ഹോം റൂൾ പ്രസ്ഥാനം സജീവമായി നിൽക്കുന്ന സമയത്താണ് 1916 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്നൗ സമ്മേളനം നടക്കുന്നത്. സൂറത്ത് സമ്മേളനത്തിൽ വഴിപിരിഞ്ഞ സൂറത്ത് സമ്മേളനം എന്ന് പറഞ്ഞാൽ 1907. നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. ഈ സൂറത്ത് സമ്മേളനത്തിലാണല്ലോ അവർ പിരിയുന്നത്. തീവ്രവാദികളും ദേശീയവാദികളും തമ്മിലൊക്കെ പിരിയുന്നത്. പണ്ട് ലാത്തി ഉണ്ട് പോലീസുകാരുടെ കയ്യിൽ. ആ ലാത്തി ഇങ്ങനെ ആലോചിച്ചാൽ മതി. അതിനൊരു കയറൊക്കെ ഉണ്ടായിരിക്കും, ഒരു വടി. ആ കയർ ഇങ്ങനെ ഉണ്ടായിരിക്കും. ആ കയർ ഇങ്ങനെ തൂങ്ങി കിടക്കുകയാണെന്ന് വിചാരിച്ചാൽ മതി. അപ്പം 1917 അവിടെ ഉണ്ട്. ഓക്കെ, 19 നമ്മൾ ഓർമ്മ ഉണ്ടല്ലോ. 1919 തോക്കാണ്, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. 17 നമ്മൾക്ക് എന്താ ലാത്തിയാണ് വിചാരിക്കാൻ കാരണം പോലീസുകാർ വന്നിട്ടാണ് ആ ലാത്തി തൂക്കിയ പോലീസുകാർ വന്നിട്ടാണ് അവിടെ സമാധാനമാക്കുന്നതൊക്കെ നമ്മൾ വായിച്ചു അല്ലേ. ആ 1907 മറ്റേ എന്താ പറയുക 1907 ആ 1907 പിളർപ്പിന് ശേഷം 1916 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്നൗ സമ്മേളനം നടക്കുന്നു. 1916 ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിക്കുന്നത് ആര്? ആനി ബെസന്റ്. ആ 1916 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്നൗ സമ്മേളനം നടക്കുന്നു. സൂറത്ത് സമ്മേളനത്തിൽ വഴിപിരിഞ്ഞു പോയ മിതവാദികളും തീവ്ര ദേശീയവാദികളും ഒന്നിച്ച് പ്രവർത്തിക്കാൻ ആരംഭിക്കുന്നു. 1916 തന്നെയാണ് ഹോം റൂൾ പ്രസ്ഥാനവും അതുപോലെ തന്നെ ലക്നൗ സമ്മേളനവും നടക്കുന്നത്. 1916 തന്നെയാണ് രണ്ടും നടക്കുന്നത്. അവിടെ വെച്ച് 1916 ആകുമ്പോഴേക്കും ഹോം റൂൾ സ്വയംഭരണം നമ്മൾ കിട്ടാൻ നമുക്ക് എന്താ വേണ്ടത്? ഈ രണ്ടു കൂട്ടരും തമ്മിൽ ഒന്നിച്ച് സമരം ചെയ്താൽ തന്നെ കിട്ടുള്ളൂ. അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പൊ അങ്ങനെ ഒരു കണക്ഷൻ കൊണ്ടുവന്നാൽ ലക്നൗ സമ്മേളനം നമുക്ക് അവിടെ ഉറപ്പിച്ചു വെക്കാം 1916 എന്നുള്ളത്. ഇത് മാത്രമല്ല, സർവേന്ത്യ മുസ്ലിം ലീഗുമായി സഹകരിച്ച് ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾ സംഘടിപ്പിക്കാനും തീരുമാനിച്ചു. ഇതിനിടയിൽ മുസ്ലിം ലീഗ് ഉണ്ടാകുന്നുണ്ട്. ആ മുസ്ലിം ലീഗ് ഉണ്ടാകുന്നതോടുകൂടി വീണ്ടും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം ദുർബലമാകുന്നുണ്ട്. കാരണം അത് മുസ്ലിം വർഗീയവാദത്തിന് ഇട നൽകുകയാണ് ഇതുണ്ടായത്. അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയ ചക്രവാളത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ച സംഭവമാണ് 1906 നടന്ന മുസ്ലിം ലീഗിൻ്റെ രൂപവൽക്കരണം. എന്താ കാരണം? ഇന്ത്യ രണ്ടായിട്ട് വിഭജിക്കാനുണ്ടായിട്ടുള്ള കാരണത്തിൻ്റെ ബീജാവാപം നടത്തുന്നത് ഈ ഇന്ത്യൻ നാഷണൽ അല്ല, അവിടുത്തെ ഇന്ത്യൻ മുസ്ലിം ലീഗാണ്. ഇന്നത്തെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുമായിട്ട് അതിനൊരു ബന്ധമില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കുറിച്ചല്ലോ പറയുന്നത്. അന്നത്തെ ജിന്നയുടെ നേതൃത്വത്തിലുള്ള ജിന്നയല്ല ശരിക്കും അത് തുടങ്ങുന്നത്. അപ്പം എന്നാ മുസ്ലിം ലീഗ് ഉണ്ടാകുന്നത്? 1906. നോക്കൂ, അപ്പോൾ ഒരു വിഭജനത്തിൻ്റെ പ്രവാഹമാണ് നടക്കുന്നത്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കൂ. 1905 ഒരു വിഭജനം, അത് ബ്രിട്ടീഷുകാർ കരുതിക്കൂട്ടി ചെയ്തു. 1906 ബ്രിട്ടീഷുകാരിട്ട വിത്ത് കൊണ്ട് തന്നെയാണ് വീണ്ടും ഒരു വിഭജനം ഉണ്ടാകുന്നത്. 1907 ഒരു വിഭജനം. 3 വിഭജനങ്ങൾ നടന്നല്ലോ. ഒന്ന് ഓർത്ത് വെച്ചൂടെ? നമുക്ക് കണക്ട് ചെയ്ത് പഠിച്ചാൽ എത്ര സ്മൂത്തായിട്ട് 1905 ബംഗാൾ വിഭജനം, 1906 മുസ്ലിം ലീഗ് ഉണ്ടാകുന്നു, അതും ഒരു വിഭജനം തന്നെയാണ് അല്ലേ. 1907 മിതവാദികളും തീവ്രവാദികളും തമ്മിൽ പിരിയുന്നു. അപ്പോൾ 1906 നടന്ന മുസ്ലിം ലീഗിൻ്റെ രൂപവൽക്കരണം ആരൊക്കെയാണ് മുസ്ലിം ലീഗ് ഉണ്ടാക്കാൻ സ്ഥാപിച്ചത്? ഇതിൻ്റെ സ്ഥാപകരായിരുന്നു നവാബ് സലീമുള്ളയും അതുപോലെ തന്നെ മുഹസിൻ അൽ മുക്കുമായിരുന്നു എന്തുണ്ടാക്കിയത്? മുസ്ലിം ലീഗ് ഉണ്ടാക്കിയത്. അപ്പോൾ മുസ്ലിം ലീഗ് ഉണ്ടാക്കിയത് ആരാണ് എന്ന് ഓർത്തു വയ്ക്കാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ ആരാ മുസ്ലിം ലീഗ് ഉണ്ടാക്കിയത്? ആ മുസ്ലിം ലീഗിന് രൂപം കൊടുക്കുന്നത് ആരൊക്കെയായിരുന്നു? നവാബ് സലീമുള്ളയും മുഹസിൻ ഉൽ മുക്കുമാണ് മുസ്ലിം ലീഗിന് രൂപം കൊടുക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ സ്ഥാപിത ലക്ഷ്യം ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സർവ്വതോന്മുഖമായ പുരോഗതിയാണ്. ബ്രിട്ടീഷ് ഗവൺമെൻറ്റുമായി നല്ല ബന്ധം പുലർത്താൻ മുസ്ലിം ലീഗ് തുടക്കത്തിലേ ശ്രദ്ധിച്ചു. 1905 ബംഗാൾ വിഭജനത്തോട് അനുകൂല നിലപാടാണ്
മുസ്ലിം ലീഗ് പുറത്താക്കുന്ന. അന്ന് തന്നെ ഈ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരുണ്ട്. ഈ സംഘടന 1906 ഡിസംബർ 30 ധാക്കയിലാണ് സംഘടന പിറവി കൊള്ളുന്നത്. ആ 2 ഡിസംബർ ഓർത്തു വയ്ക്കാം അല്ലേ. കോൺഗ്രസ് രൂപം കൊള്ളുന്നതും ഡിസംബറിലാണ്, 1885. അപ്പോൾ 1905 ബംഗാൾ വിഭജനം, 1906 മുസ്ലിം ലീഗ് ഉണ്ടാവുന്നു, 1907 സൂറത്ത് സമ്മേളനത്തിൽ സൂറത്ത് പിളർപ്പ്, മിതവാദികളും തീവ്രവാദികളും തമ്മിൽ. അപ്പോൾ ഈ 2 പേരുകളും ഓർക്കുക, നവാബ് സലീമുള്ളയും മുഹസിൻ ഉൽ മുക്കും. അപ്പം മുസ്ലിം ലീഗിൻ്റെ സ്ഥാപിത ലക്ഷ്യം ഇന്ത്യയുടെ മുസ്ലിങ്ങളുടെ സർവ്വതോന്മുഖമായ പുരോഗതിയായിരുന്നു. ബ്രിട്ടീഷ് ഗവൺമെൻറ്റുമായി നല്ല ബന്ധം പുലർത്താൻ അവർ ശ്രമിച്ചു. അപ്പം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മുസ്ലിങ്ങളെ അകറ്റാൻ, എല്ലാ മുസ്ലിങ്ങളെയല്ല, നമുക്കറിയാം ഖാൻ അബ്ദുൽ ഗാഫർ ഖാനെ പോലെയുള്ള ഒരുപാട് നല്ല നേതാക്കന്മാർ ഇതിലൊന്നും പെടാതെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് മറ്റ് ആരെക്കാട്ടിലും ശക്തമായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യൻ മുസ്ലിങ്ങളെ ഒരു വിഭാഗത്തെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് അകറ്റാൻ മുസ്ലിം ലീഗിന് കഴിഞ്ഞു. ഇതൊക്കെ ബ്രിട്ടീഷുകാരുണ്ടാക്കുന്ന കെണിയിൽപ്പെടുകയാണ്. ഇന്ത്യയിൽ പിൽക്കാലത്ത് സംഭവിച്ച വർഗീയ ധ്രുവീകരണത്തിനും രാജ്യത്തിൻ്റെ വിഭജനത്തിനും ലീഗിൻ്റെ രൂപവൽക്കരണം കാരണമാകുന്നുണ്ട്. മുസ്ലിം ലീഗ് സ്ഥാപിച്ചത് നമുക്കറിയാം. മുസ്ലിം ലീഗിനെ സ്ഥാപിക്കുന്നത് ഒന്നോർക്കണം, മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് പലപ്പോഴും PSC ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. നവാബ് സലൂമുള്ളയും മുഹസിൻ ഉൽ മുക്കുമാണ്. അവിടെ നിന്നും മുഹമ്മദ് അലി ജിന്ന വരുന്നില്ല. നവാബ് സലീമുള്ള, മുഹസിൻ ഉൽ മുക്ക്. അപ്പോൾ സലീമുള്ള ഉൽ മുക്ക് അല്ലേ, അത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ മുസ്ലിങ്ങളെ എന്ത് ചെയ്യാൻ, ഒരു വിഭാഗം മുസ്ലിങ്ങളെ അകറ്റി നിർത്താൻ ഇവരുടെ അങ്ങനെ ഓർത്തു വെച്ചാൽ മതി. അപ്പോൾ സലീം ഒരു നല്ല മുസ്ലിം അല്ല. അതൊക്കെ അപ്പോൾ സലീം നല്ല നമ്മുടെ നാട്ടിലത്തെ സലീം അല്ല. അതുകൊണ്ടാണല്ലോ അയാൾ മുസ്ലിം ലീഗ് ഉണ്ടാക്കുന്നത്. അങ്ങനെ മുസ്ലിങ്ങൾ അങ്ങനെ ഒരു അവനവൻ്റെ മണ്ണിനെ സ്നേഹിക്കാത്തവരല്ലല്ലോ. അപ്പോൾ സലീം നല്ലൊരു മുസ്ലിം അല്ല അല്ലേ, അവനൊരു മുക്കിലിരുത്തേണ്ടതാണ്. അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോൾ നവാബ് സലീമുള്ള, മുഹസിൻ ഉൽ മുക്ക്, ഈ നേതാക്കന്മാരൊക്കെ തന്നെ ചെറിയ മോശം ഹിറ്റിലൂട്ടാണ്. ഇവർക്കും വേറെ ഒരുപാട് ഗുണങ്ങളുള്ള നേതാക്കന്മാരാണ്. നമ്മൾ അവരെ ഒരു കാരണോട് മാത്രം നോക്കി കാണുകയും ചെയ്യരുത്. പിന്നീട് ഇന്ത്യൻ മുസ്ലിം ലീഗ് എന്നുള്ള പേര് നിർദ്ദേശിച്ചത് ആഗാ ഖാനാണ്. ആഗാ ഖാനാണ് മുസ്ലിം ലീഗ് എന്നുള്ള പേര് നിർദ്ദേശിക്കുന്നത്. അപ്പോൾ ആഗാ ഖാൻ എങ്ങനെ ഓർത്തു വയ്ക്കുക? ആഗാ ഖാനെ മറ്റേ ഇപ്പോൾ സലീമുള്ളനെ നമ്മൾ ഓർത്തു വെച്ചു, മുക്കിനെയും ഓർത്തു വെച്ചു. സലീം നല്ല മുസ്ലിം അല്ല, അതുകൊണ്ട് അവനെ ഒരു മുക്കിലിരുത്തണം അല്ലേ. ആഗാ ഖാൻ ഇപ്പം നല്ല ഹിന്ദു നല്ല മുസ്ലിമും ആയിരുന്നാൽ രാജ്യത്തിന് ഗുണേ ചെയ്യുള്ളൂ. ഏതൊരു മതവും അതിനാൽ ഒരു രാജ്യത്തിനും ദോഷകരമല്ല. അത് നന്നായി പാലിക്കുന്നവരൊക്കെ തന്നെ നാടിന് ഗുണം ചെയ്യുള്ളൂ. പക്ഷെ ഇവിടെ അതല്ല ഉണ്ടാവുന്നത്. മുസ്ലിം ലീഗ് എന്ന പേര് നിർദ്ദേശിക്കുകയാണ് ആഗാ ഖാൻ. ഇപ്പം ആഗാ ഖാൻ എങ്ങനെയാണ് നമ്മൾ ഓർത്തു വയ്ക്കുക? ആഗാ ഖാൻ അദ്ദേഹമാണ് മുസ്ലിം ലീഗിൻ്റെ പേര് നിർദ്ദേശിക്കുന്നത്. അപ്പം ആ സമ്മേളനത്തിലേക്ക് വന്ന ഒരു ഖാൻ, ആ ഖാനാണ് മുസ്ലിം ലീഗിൻ്റെ പേര് നിർദ്ദേശിച്ചത് ഓർക്കുക. അദ്ദേഹമായിരുന്നു സംഘടനയുടെ ആദ്യ അധ്യക്ഷൻ. ഈ മുസ്ലിം ലീഗിൻ്റെ പേര് നിർദ്ദേശിച്ച ആൾ തന്നെയായിരുന്നു ആ സംഘടനയുടെ ആദ്യ അധ്യക്ഷനും. മുസ്ലിം ലീഗിൻ്റെ ഭരണഘടന രൂപപ്പെടുത്തിയത് 1907 കറാച്ചി സമ്മേളനത്തിലാണ്. ഗ്രീൻ ബുക്ക് എന്നാണ് ഈ മുസ്ലിം ലീഗിൻ്റെ ഭരണഘടന അറിയപ്പെടുന്നത് അല്ലേ. അത് പച്ചയാണല്ലോ അവരുടെ പതാകയുടെ നിറം ഇപ്പോൾ അല്ലേ. അപ്പോൾ ആ മുസ്ലിം ലീഗും ഈ പണ്ടത്തെ മുസ്ലിം ലീഗും തമ്മിലൊരു ബന്ധമില്ല കേട്ടോ. ഇത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. അവർ ദേശദ്രോഹ പ്രവർത്തനമോ ഒരു വിഘടനവാദത്തിൻ്റെയോ ആളുകളല്ല. രാഷ്ട്രീയ പാർട്ടികൾ എന്നുള്ള നിലയിൽ രാഷ്ട്രീയ പാർട്ടികൾ പരസ്പര പ്രത്യാരോപണങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ പോലും അവരെ ഒരിക്കലും അന്നത്തെ മുസ്ലിം ലീഗുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യാനേ പാടില്ല. അപ്പോൾ ഗ്രീൻ ബുക്ക് എന്നാണ് ഭരണഘടന അറിയപ്പെട്ടത്. മൗലാന മുഹമ്മദ് അലിയാണ് ഭരണഘടന എഴുതി തയ്യാറാക്കിയത്. അത് എഴുതി തയ്യാറാക്കിയത് ആരാണ്? മൗലാന മുഹമ്മദ് അലിയാണ് ഈ ഭരണഘടന എഴുതി തയ്യാറാക്കിയത്. അപ്പോൾ ഇത് ഗ്രീൻ ബുക്കാണെന്ന് ഓർത്തു വയ്ക്കുക. ഇതിൻ്റെ പേര് നിർദ്ദേശിച്ച ആൾ ആഗാ ഖാൻ ആണെന്ന് ഓർത്തു വയ്ക്കുക. സ്ഥാപകരെന്ന് അറിയപ്പെടുന്നത് നവാബ് സലീമുള്ളയും മുഹസിൻ ഉൽ മുക്കുമാണ് എന്ന് അറിയുക. 1906 ഇത് സ്ഥാപിക്കപ്പെടുന്നതെന്നും അറിയുക. ലീഗിൻ്റെ ആസ്ഥാനം ലക്നൗ ആയിരുന്നു. ചന്ദ്രക്കലയും നക്ഷത്രവുമായിരുന്നു ലീഗിൻ്റെ ചിഹ്നം. ചന്ദ്രക്കലയും നക്ഷത്രവും. ഇന്നും ലീഗിൻ്റെ പതാകയിൽ ചന്ദ്രക്കല ഉണ്ട്. അത് വിചാരിച്ചിട്ട് ഞാൻ വീണ്ടും പറയുന്നു, മുസ്ലിം ലീഗ് ആ 2 മുസ്ലിം ലീഗ്, ഞാനത് എന്താ വെച്ചാൽ നിങ്ങളങ്ങനെ തെറ്റിദ്ധരിച്ച് പോകരുത് എന്ന് വിചാരിച്ചുകൊണ്ടാണ്, അല്ലാതെ ഞാൻ ലീഗുകാരനായിട്ടല്ല കേട്ടോ. അപ്പോൾ ചന്ദ്രക്കലയും നക്ഷത്രവുമായിരുന്നു ലീഗിൻ്റെ ചിഹ്നം. 1913 മുഹമ്മദ് അലി ജിന്ന ലീഗിൽ ചേരുന്നത്. 1913 മുഹമ്മദ് അലി ജിന്ന ലീഗിൽ ചേരുന്നത്.
ആ 13 ഒരു നിർഭാഗ്യത്തിൻ്റെ നമ്പറാണ്. ഇന്ത്യക്കും ഒരു നിർഭാഗ്യമായിരുന്നു. മുഹമ്മദ് അലി ജിന്നയും ഒരുപാട് ക്വാളിറ്റിയുള്ള നേതാവായിരുന്നു. പക്ഷേ രാഷ്ട്രീയ അധികാര കൊതിയാണ് പാകിസ്ഥാൻ വിഭജനത്തിന് അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹം മുസ്ലിം മതവിശ്വാസങ്ങൾ യഥാർത്ഥത്തിൽ ആചരിച്ചു പോരുന്ന ആളായിരുന്നില്ല എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. അതായത് യഥാർത്ഥത്തിൽ മുസ്ലിം മതത്തിൽ അത്രമാത്രം കടുത്ത വിശ്വാസമുള്ള ഒരാളായിരുന്നില്ല മുഹമ്മദ് അലി ജിന്ന. അവരൊക്കെ അധികാരത്തിന് വേണ്ടി ഈ മതത്തെ കൂട്ടുകൂടുകയാണ്. 1913 മുഹമ്മദ് അലി ജിന്ന ലീഗിൽ ചേരുന്നത്. ലീഗിൻ്റെ മുഖപത്രമാണ് ഡോൺ പത്രം. അങ്ങനെ ലീഗ് ഉണ്ടാകുന്നു. അങ്ങനെ ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനം ഒന്ന് ദുർബലപ്പെട്ട് നിൽക്കുന്നു. 1916 ആകുമ്പോഴേക്കും ഹോം റൂൾ പ്രസ്ഥാനങ്ങളൊക്കെ ശക്തമാകുന്നു. 1907 സൂറത്ത് സമ്മേളനത്തിൽ രണ്ടായി മാറി നിന്ന മിതവാദികളും തീവ്രവാദികളും 1916 ലക്നൗ സമ്മേളനത്തിൽ യോജിക്കുന്നു. ആ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ AC മജുംദാർ ആയിരുന്നു. മറ്റേത് രാഷ് ബിഹാരി ബോസ് ആയിരുന്നു. 1907 സൂറത്ത് സമ്മേളനം കഴിഞ്ഞതിന് ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായിട്ട് മാറുന്നു. ഇവിടെ AC മജുംദാറാണ് അതിൻ്റെ അധ്യക്ഷൻ. വൈദേശിക ഭരണത്തിനെതിരെ ഒന്നിച്ച് പ്രവർത്തിക്കാൻ കോൺഗ്രസും മുസ്ലിം ലീഗും ഈ സമ്മേളനത്തിൽ തീരുമാനിക്കുന്നു. ഹിന്ദു മുസ്ലിം ഐക്യത്തോളം നിർണായകമാണ് ഈ നിർണായക സംഭവം. ഇതാണ് ലക്നൗ ഉടമ്പടി എന്ന് അറിയപ്പെടുന്നത്. അപ്പം ലക്നൗ ഉടമ്പടി ചോദിച്ചു, റൗലറ്റ് ആക്ട് ചോദിച്ചു, ബംഗാൾ വിഭജനം ചോദിച്ചു. ഇനിയൊന്നുള്ളതാണ് പൂന ഉടമ്പടി. പൂന ഉടമ്പടിയും ഒരു തരം വിഭജനവും മഹാത്മാഗാന്ധിയും അംബേദ്കറും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമാണ്. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. 1912 മുതൽ തന്നെ ലീഗ് ബ്രിട്ടീഷ് ഭരണത്തെ എതിർക്കുന്ന നിലപാടാണ് സ്വീകരിച്ചു പോയിരുന്നത്. മുഹമ്മദ് അൻസാരി, ഹക്കിം അജ്മൽ ഖാൻ എന്നിവരായിരുന്നു ഇക്കാലത്തെ പ്രമുഖ ലീഗ് നേതാക്കൾ. ഈ മുസ്ലിം ലീഗിനെയും കോൺഗ്രസിനെയും ഒന്നിപ്പിക്കുന്നതിൽ ബാലഗംഗാധര തിലകൻ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ കോൺഗ്രസിലെ മിതവാദി വിഭാഗത്തിന്റെ നേതാവ് ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. ഇതിനോടൊപ്പം ഓർത്തു വെക്കേണ്ടതാണ് ലാൽ പാൽ ഭാൽ എന്നറിയപ്പെടുന്നത് തീവ്രവാദികളാണ്. ലാലാ ലജപത് റായിയും ബാലഗംഗാധര തിലകനും ബിപിൻ ചന്ദ്രപാലും. അവരോടൊപ്പം അരവിന്ദ ഘോഷിനെ കൂടി ഓർത്തു വെക്കണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രത്തിലും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലും ഏറ്റവും ഖേദകരമായ സംഭവം എന്നറിയപ്പെടുന്നത് സൂറത്ത് പിളർപ്പാണ്. നമുക്കറിയാം സൂറത്ത് പിളർപ്പ്. കോൺഗ്രസിലെ മിതവാദികളും തീവ്രവാദികളും, കോൺഗ്രസ് മിതവാദികളും തീവ്ര ദേശീയവാദികളുമായിട്ട് രണ്ടായി പിളർന്ന സമ്മേളനമാണ്. സൂറത്ത് പിളർപ്പ് നടന്ന കൊല്ലം 1907. അന്ന് കോൺഗ്രസ് പ്രസിഡന്റായത് രാഷ് ബിഹാരി ബോസാണ്. ഇന്ത്യയിലൊരു പാർട്ടി വ്യവസ്ഥയ്ക്ക് തുടക്കം കുറിച്ചതൊക്കെ ഈ സൂററ്റ് പിളർപ്പാണ്. കോൺഗ്രസിലെ മിതവാദി വിഭാഗത്തിന് നേതൃത്വം വഹിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. തീവ്രവാദി ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതാവ് ബാലഗംഗാധര തിലകായിരുന്നു. ആ ബാലഗംഗാധര തിലക് ഹോം റൂൾ പ്രസ്ഥാനത്തിലും ഉണ്ടായിരുന്നു. 2 നേതാക്കന്മാരാണ് ഹോം റൂൾ പ്രസ്ഥാനത്തിന്, ബാലഗംഗാധര തിലകും ആനി ബസന്റും. അപ്പോൾ കോൺഗ്രസിലെ ആദ്യകാല തീവ്രവാദി നേതാക്കന്മാരെന്ന് പറഞ്ഞാൽ ലാലാ ലജപത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലകൻ, അതുപോലെ തന്നെ അരവിന്ദ് ഘോഷിനെയും കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. മിതവാദി നേതാക്കൾ എന്ന് പറഞ്ഞാൽ ഗോപാലകൃഷ്ണ ഗോഖലെ, ഫിറോസ് ഷാ മേത്ത, സുരേന്ദ്രനാഥ ബാനർജി. അതിൽ ലാൽ പാൽ ബാൽ എന്നറിയപ്പെടുന്നത് നമ്മൾ ചർച്ച ചെയ്തു. ലാലാ ലജപത് റായും ബിപിൻ ചന്ദ്രപാലും ബാലഗംഗാധര തിലകുമാണ്. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകനാണ്. വാലന്റൈൻ ഷെറോളാണ് അദ്ദേഹത്തെ അങ്ങനെ വിളിക്കുന്നത്. 1907 അപ്പോൾ സൂറത്ത് പിളർപ്പ്. അന്നത്തെ പ്രസിഡന്റ് രാഷ് ബിഹാരി ബോസാണ്. കോൺഗ്രസിന്റെ പിളർപ്പ് മിതവാദികളും തീവ്രവാദികളും. സെഷൻ മാറ്റിവെക്കേണ്ടി വരുന്നു. 1916 പ്രസിഡന്റ് ലക്നൗ സമ്മേളനത്തിൽ പ്രസിഡന്റ് AC മജുംദാർ ആണ്. ഒരു മഞ്ചൊക്കെ കഴിച്ച് 2 കൂട്ടർ ഒന്നിച്ചു എന്ന് ആലോചിച്ചാൽ മതി. 2 വിഭാഗങ്ങളും തമ്മിലുള്ള ഐക്യം. കൂടാതെ കോൺഗ്രസിലെ മിതവാദികളും തീവ്രവാദികളും തമ്മിൽ ഐക്യമുണ്ടാകുന്നു. കോൺഗ്രസും മുസ്ലിം ലീഗും ഒന്നിച്ച് പ്രവർത്തിക്കാൻ, ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ പ്രവർത്തിക്കാൻ തയ്യാറാകുന്നു. അതാണ് ലക്നൗ കരാർ. അപ്പം മുസ്ലിം ലീഗ് രൂപീകൃതമായത് 1906 ഡിസംബർ 30. അപ്പോൾ ഓർത്തു വയ്ക്കാൻ 1905 ബംഗാൾ വിഭജനം. മുസ്ലിം ലീഗിന്റെ രൂപീകരണവും ഒരു തരത്തിലുള്ള വിഭജനമാണ് ഇന്ത്യൻ ജനങ്ങൾക്കിടയിൽ. മുസ്ലിങ്ങളിൽ ഒരു വലിയ വിഭാഗത്തെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ നിന്ന് അകറ്റി നിർത്താൻ ആ രൂപീകരണം കാരണമാകുന്നുണ്ട്. ഇപ്പോൾ 1966 മുസ്ലിം ലീഗ്, 1907 മിതവാദികളും തീവ്രവാദികളും തമ്മിലുള്ള പിളർപ്പ്. 1906 ധാക്കയിൽ രൂപം കൊണ്ട പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിന്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയതിൽ ഒരാളാണ് അഖാഖാൻ. അഖാഖാനാണ് ആ പേര് നിർദ്ദേശിക്കുന്നത്, അധ്യക്ഷനാവുന്നത്. എന്നാൽ അതിൻ്റെ സ്ഥാപനത്തിന് നമുക്കറിയാം അല്ലേ, സലീമുള്ളുണ്ട്, മുക്കുണ്ട്. ആ മുക്ക് ഓർത്തു വെച്ചാൽ മതി. മുഹമ്മദ് അലി ജിന്ന ഏത് പാർട്ടിയുടെ അനിഷേധ്യ നേതാവായിരുന്നു? പിന്നീട് 1913 ചേരുന്നതെങ്കിലും പിന്നീട് അതിൻ്റെ അനിഷേധ്യ നേതാവായി ജിന്ന മാറുകയാണ്. പക്ഷെ മുസ്ലിം ലീഗിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ആഖാഖാൻ തന്നെയാണ്. അദ്ദേഹം തന്നെയാണ് മുസ്ലിം ലീഗ് എന്നുള്ള പേര് നാമനിർദ്ദേശം ചെയ്യുന്നത്. മുസ്ലിം ലീഗിൻ്റെ രൂപീകരണത്തിന് വേദിയായ നഗരം ധാക്കയാണ്.
എന്നാൽ മുസ്ലിം രാഷ്ട്രീയവാദം ആദ്യം നടത്തിയത് മുഹമ്മദ് ഇക്ബാലാണ്. സരേ ജഹാംസെ അച്ഛ എന്നെഴുതിയ മുഹമ്മദ് ഇക്ബാൽ തന്നെയാണ് മുസ്ലിം രാഷ്ട്രീയവാദം ആദ്യമായി നടത്തുന്നത്. വിധിയുടെ വൈപരീത്യമാണ്. ഒരാളിൽ തന്നെ രണ്ട് സ്വഭാവങ്ങളും കാണാം. ഒരാളും വെളുപ്പുമല്ല കറുപ്പുമല്ല. ഗാന്ധിയെ പോലെയുള്ള അപൂർവ നേതാക്കന്മാരുണ്ടായിരിക്കാം. ഒരു പക്ഷേ ഗാന്ധി പോലും ഗാന്ധിക്ക് തെറ്റുപറ്റിയതായിട്ട് പറയുന്നുണ്ട് അല്ലേ? പക്ഷെ അത്രയും ശുദ്ധനായ മറ്റൊരു നേതാവിനെ നമുക്ക് കാണാനുണ്ടാവില്ല. ലോക ചരിത്രമാകെ പരിശോധിച്ചാലും ഇത്ര നന്മയുള്ള നേരിൻ്റെ ഒരു രാഷ്ട്രീയ നേതാവിനെ നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. അപ്പോൾ ഒരു നേതാവിനെയും നിങ്ങൾ അങ്ങനെ വെളുപ്പ് കറുപ്പ് എന്ന് കാണണ്ട. അവർ നല്ലതും ചെയ്യുന്നുണ്ട്, ചിത്തതും ചെയ്യുന്നുണ്ട്. ആകത്തുക നോക്കുക. ഇപ്പം പാകിസ്ഥാൻ വാദത്തിൻ്റെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്നത് മുഹമ്മദ് ഇക്ബാലാണ്. സാരേ ജഹാംസെ അച്ച എന്ന ദേശഭക്തി ഗാനം എഴുതിയതും ആരന്നെയാണ്? മുഹമ്മദ് ഇക്ബാലാണ്. ഓരോ സമയത്ത് ഓരോരുത്തർക്കും ഓരോന്ന് തോന്നുമല്ലോ അല്ലേ? പ്രത്യേക രാഷ്ട്രവാദം ഉന്നയിച്ച മുസ്ലിം ലീഗ് സമ്മേളനം 1930 അലഹബാദ് സമ്മേളനമാണ്. ദ്വിരാഷ്ട്രവാദം കൊണ്ടുവരികയും പ്രത്യേക രാഷ്ട്രവാദം ഉന്നയിക്കുകയും ചെയ്യുന്ന മുസ്ലിം ലീഗ് സമ്മേളനം 1930 അലഹബാദ് സമ്മേളനമാണ്. ദ്വിരാഷ്ട്രവാദം ഉന്നയിക്കുന്നത് ചിന്നേട്ട ഇന്ത്യൻ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട്. പ്രത്യേക മുസ്ലിം രാഷ്ട്രവാദം ഉന്നയിച്ചത് മുഹമ്മദ് ഇക്ബാൽ. ഒരു പ്രത്യേക മുസ്ലിം രാഷ്ട്രം എന്ന വാദവുമായി ലഘുലേഖ പ്രസിദ്ധീകരിച്ച കാംബ്രിഡ്ജ് സർവകലാശാല വിദ്യാർത്ഥി ചൗധരി റഹ്മത്ത് അലിയാണ്. 1940 ലാഹോർ സമ്മേളനത്തിൽ പാകിസ്ഥാൻ പ്രമേയം പാസാക്കിയ പാർട്ടി മുസ്ലിം ലീഗാണ്. 1930 പ്രമേയം അവതരിപ്പിക്കുന്നു. പാകിസ്ഥാൻ പ്രമേയം 1940. ഇപ്പം ഇന്ത്യയെ വിഭജിച്ച് മുസ്ലിങ്ങൾക്ക് പ്രത്യേക രാഷ്ട്രം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പാകിസ്ഥാൻ പ്രമേയം അത് 1940. ഈ ദ്വിരാഷ്ട്രവാദം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അതിൻ്റെ നേതാവ് ആരായിരുന്നു? അത് ഉന്നയിച്ച നേതാവ് മുഹമ്മദ് അലി ജിന്നയായിരുന്നു. ഇപ്പോൾ ഒരു ധാരണയൊക്കെ കിട്ടിയല്ലോ. ഓക്കെ, വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇങ്ങനെ കൺസെപ്റ്റൊക്കെ ഒന്ന് മനസ്സിലാക്കി കൃത്യമായിട്ട് പഠിച്ചു പോയാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് PSC ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.